ഈ പരാതി ഇഡിക്ക് നൽകുന്നത്. അതിലാണ് വിനേഷ് ഒന്ന് തുടരുക. ഇപ്പോൾ ഈ പരാതിക്കാരൻ സലീം നടുത്തോടി തന്നെ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ സലീം, താങ്കൾ തട്ടിപ്പിനിരയായിരിക്കുന്നു, പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എപ്പോഴാണ് ബോധ്യമായത്? താങ്കൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമയുദ്ധത്തിലാണല്ലോ. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തന്നെ അൻവറിന് അനുകൂലമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു എന്ന വളരെ ഗുരുതരമായ വിഷയം കൂടി ഉയരുകയാണ്. താങ്കളുടെ ഈ തട്ടിപ്പിനിരയായി എന്ന ബോധ്യമായ നിമിഷം, അതിനുശേഷമുള്ള ഇതുവരെയുള്ള താങ്കൾക്ക് ലഭിച്ച വിവരങ്ങൾ, ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന എന്തൊക്കെ വിവരങ്ങൾ താങ്കൾക്ക് ശേഖരിക്കാനായിട്ടുണ്ട്? ഈ കേസിന്റെ അന്വേഷണം 2017 ആരംഭിക്കുന്നത്. 2012 ഈ പണം തട്ടിപ്പ് നടന്നിട്ടുള്ളത്. ഈ മംഗലാപുരത്തുള്ള ഒരു ക്രഷർ മറ്റൊരാളുടെ ഒരു സ്ഥാപനം കാണിച്ചുകൊണ്ടായിരുന്നു ഈ പണം തട്ടിയെടുത്തിരുന്നത്. ഇത് ആദ്യ കാലഘട്ടത്തിൽ തന്നെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പണം തിരിച്ചു ചോദിക്കുകയും അത് മറ്റ് ആളുകളെ ഇടപെടുത്തിക്കൊണ്ട് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മുഖേന തന്നെ അതിനുവേണ്ടി ശ്രമം നടത്തിയിരുന്നു. പിന്നീട് ഇലക്ഷൻ വന്ന സമയത്ത്, 2016 ഇലക്ഷൻ വരാൻ സമയത്ത്, ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ പണം തിരിച്ചു തരും എന്ന് പറഞ്ഞതുകൊണ്ട് അതിനുവേണ്ടി കാത്തു നിൽക്കുകയും പിന്നീട് 2017 വീണ്ടും കോടിയേരി ബാലകൃഷ്ണനെ അറിയിച്ചതിന് ശേഷമാണ് ഇതിൽ കേസ് കൊടുത്തത്. ആ കേസ് ആരംഭിച്ച ഉടനെ തന്നെ ആദ്യം അന്വേഷണ സംഘം വളരെ ഗൗരവപൂർവ്വം ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കുകയും സ്റ്റേറ്റ് ബാങ്ക് സാക്ഷിയായിക്കൊണ്ട് പണം ഇടപാടുകളുടെ എല്ലാ രേഖകളും കണ്ടെടുക്കുകയും പണം ഏറ്റുവാങ്ങിയിട്ടുണ്ട്, പണം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് PV അൻവർ സമ്മതിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കേസ് നല്ല നിലക്ക് മുന്നോട്ട് പോവുകയും തുടങ്ങുന്ന സമയത്ത് പിന്നീടുണ്ടായ ഏതോ ഇടപെടലുകൾ കാരണം കേസ് അട്ടിമറിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ മഞ്ചേരി പോലീസിന്റെ CI ഷൈജുവിന്റെ അന്വേഷണ സമയത്ത് അദ്ദേഹം ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട്, ഞങ്ങൾ റിട്ട് ഹർജി ഫയൽ ചെയ്തപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഇത് സിവിൽ കേസായി റെഫർ ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ അതേവരെ അദ്ദേഹം കണ്ടെടുത്തതായി പറഞ്ഞിരുന്ന ഒരു പ്രധാന രേഖയാണ് ഈ അൻവർ ഈ പ്രോപ്പർട്ടി 2,60,00,000 രൂപക്ക് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നതിനുള്ള ഡോക്യുമെന്റ് സീസർ മാസ്റ്റർ പിടിച്ചെടുത്തിട്ടുണ്ട്, അത് കയ്യിലുണ്ട് എന്നുള്ളത്. അത് പിന്നീട് എവിടെയും ആർക്കും കാണുന്ന രൂപത്തിൽ കോടതിയിൽ സമർപ്പിക്കപ്പെടുകയുണ്ടായില്ല. പിന്നീട് ഈ CJM കോടതിയിൽ കോവിഡ് കാലഘട്ടത്തിൽ നമ്മളത് കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി റിട്ട് അനുവദിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചതിന് ശേഷം വീണ്ടും ആദ്യം തന്നെ അന്വേഷണം നടത്തിയിരുന്ന ജസ്റ്റിൻ അബ്രഹാം, അദ്ദേഹം ഇതേ വഴിയിൽ തന്നെ പോയിക്കൊണ്ട് ഇത് അൻവർ നേരത്തെ സ്വന്തമാക്കിയിട്ടുണ്ട്, അവിടെ കുറെ കുംകി ലാൻഡ് എന്ന രൂപത്തിലുള്ള ലാൻഡ് അദ്ദേഹത്തിനുണ്ട് എന്നൊക്കെ അധികാരികൾക്ക്, DGPക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷെ അതേ സമയത്ത് അവിടെ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് വളരെ വ്യക്തമായും ഞങ്ങൾക്ക് മനസ്സിലായി, ഈ തുർക്കളക്കെ ക്രഷർ എന്ന സ്ഥാപനം, അത് KE സ്റ്റോൺ ക്രഷർ എന്ന പേരിൽ ഞങ്ങളുമായിട്ടുള്ള അഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നത്, ആ വസ്തുവിനോടനുബന്ധിച്ചുള്ളത് പട്ടയ ഭൂമിയല്ല, പാട്ടമായി സർക്കാർ ഭൂമിയിലുള്ള 2 ഏക്കർ ഭൂമിയാണുള്ളത്. അത് ഇബ്രാഹിം ഹാജി എന്ന ആളുടെ ആണ് എന്ന് വളരെ വ്യക്തമായി രേഖകൾ അവിടുത്തെ അധികാരികളിൽ നിന്ന് കിട്ടുകയുണ്ടായി. പക്ഷെ അത് തന്നെ കാലാവധിയുള്ള ഒരു പാട്ടായതുകൊണ്ട് അത് എക്സ്പയറായി, അങ്ങനെ ഒരു പ്രോപ്പർട്ടിയെ ഇല്ലാതായി. ആ സമയത്ത് ഈ കേസിനെ നേരിടാൻ വേണ്ടി മറ്റൊരു ലൈസൻസ് അപേക്ഷിച്ചെടുത്തതാണ് ഇപ്പോൾ ആകെ ഉള്ളത്. 1.6 ഏക്കർ ഭൂമിയിൽ മറ്റൊരു സർവേ നമ്പറിലുള്ള ഒരു പുതിയ ക്രഷറിനുള്ള ലൈസൻസ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത് ഇലക്ഷൻ സമയത്ത് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് നോക്കിയാൽ കൃത്യമായി മനസ്സിലാവും. 2018 കിട്ടിയ ഒരു പാട്ടഭൂമി 1.6 ഏക്കർ മാത്രമാണുള്ളത്. ഈ കേസിനനുബന്ധിച്ച ഭൂമി സലിം നടുത്തോടി, ഇപ്പോൾ ഈ വിശദമായ വിവരങ്ങൾ വരുമ്പോൾ ക്രൈംബ്രാഞ്ച് കൂടി, അങ്ങനെ ഒരു അന്വേഷണ സംവിധാനം കൂടി ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു, PV അൻവറിന് അനുകൂലമായ ഒരു റിപ്പോർട്ട് നൽകി എന്നുള്ള കാര്യമാണല്ലോ പുറത്തു വരുന്നത്. നിങ്ങൾ ഈ പാർട്ടി സംവിധാനങ്ങളിലൊക്കെയും നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ തന്നെയാണ്
അന്വേഷണ സംവിധാനം ഈ തട്ടിപ്പിന് ഒപ്പം നിന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകി കോടതിയെ കൂടി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഗൗരവമായ വിഷയമാണ്. ഇത് കോടതി മനസ്സിലാക്കുമെന്നും ഈ കീഴ്ക്കോടതിയിൽ സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോടതി ആ കാര്യങ്ങൾ മനസ്സിലാക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഹൈക്കോടതി കൂടി സമാനമായ നിലയിൽ ഒരു ഇടപെടൽ നടത്തുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. അതെ, ഞങ്ങൾ ഇത് വളരെ ക്ലോസ് ആയി ഫോളോ ചെയ്തൊരു കേസാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും DGPയെയും നേരിൽ കണ്ടുകൊണ്ട് ഈ കേസ് സംബന്ധമായിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയതിനു ശേഷം പല ഘട്ടങ്ങളിലായിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. DGPയുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവുകയും ADGPയോട് ക്രൈംബ്രാഞ്ച് ADGPയോട് നേരിട്ട് വിളിച്ചുകൊണ്ട് കേസ് സംബന്ധമായിട്ട് സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തതാണ്. അങ്ങനെ ഒരു ADGP മാറുകയും ആ സമയത്ത് ടോമിൻ തച്ചങ്കരി ആയിരുന്ന സമയത്ത് ഞാൻ നേരിട്ട് വിളിച്ചിട്ട് ഈ കേസ് സംബന്ധമായിട്ട് പറയുകയും അദ്ദേഹം ശക്തമായി ഇടപെടാമെന്ന് പറയുകയും ചെയ്തതാണ്. പക്ഷേ ഈ അന്വേഷണ സംഘം ഏതോ രൂപത്തിലുള്ള ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവര് ഈ രേഖയാണ് അവസാനമായിട്ട് ഞാൻ ഈ പറഞ്ഞ, അതായത് ഷൈജു ആദ്യം കണ്ടെടുത്തു എന്ന് പറയുന്ന, അതായത് ആദ്യത്തെ അന്വേഷണം പറഞ്ഞു. ശരി, വളരെ നന്ദി ശ്രീ സലീം നടുത്തൊടി ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോവുകയാണ്.